ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴത്തോരും മുമ്പ് പരമ്പരയുടെ നല്ല നല്ല വിശേഷങ്ങളൊന്ന് കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പം കൃത്യം 6 മണിക്ക് തന്നെ നമ്മുടെ സാന്ത്വനം 2-ൻ്റെ നാളെയും നാളത്തെ കഴിഞ്ഞൊക്കെ വരാനുള്ള എപ്പിസോഡിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ, നമ്മുടെ ഇതേ ചാനലിൽ തന്നെ. അപ്പം നമുക്ക് മഴത്തോരും മുമ്പ് സീരിയലിൻ്റെ നല്ല അടിപൊളി ട്വിസ്റ്റ് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ അലീന നാളെ പോവാണ്. അപ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമാണ്. എന്താ ചെയ്യണേ എൻ്റെ അലീന ചേച്ചി ഇവിടെ നിന്ന് പോവാതിരിക്കാൻ, എന്താ ഇനി ചെയ്യണേ, ഇനി ഈ ഒരു രാത്രി കൂടെ അലീന ചേച്ചി നമ്മളോടൊപ്പം ഉള്ളൂ എന്നതൊക്കെ ഓർത്തിട്ട് കൃഷ്ണമോൾക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. അങ്ങനെ നേരെ രാത്രി കിടക്കാനായിട്ട് അലീനയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് കുറേ സങ്കടത്തോടെ അലീനയുടെ അടുത്ത് പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആദ്യമായിട്ട് അലീന ചേച്ചിയെ കണ്ടതും അലീന ചേച്ചി ഞാൻ സംസാരിച്ചു തുടങ്ങിയത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളിൽ അല്ലേ, എല്ലാവരും ഓരോരുത്തരും ഓരോ രീതിയിലായിരുന്നു, പല പല രീതിയിൽ. ബബിതേച്ചിയുടെ രീതിയിൽ, രോഹിത്തേട്ടൻ്റെ രീതിയിൽ അലീന ചേച്ചി ഒരുപാട് കാര്യങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ പുറമെ എൻ്റെ അമ്മ വൈജയന്തി എന്തൊക്കെ മാഡം അല്ലേ, എന്തെല്ലാം ക്രൂരമായ വാക്കുകളും ഒക്കെ അമ്മ കൊണ്ട് അലീന ചേച്ചീനെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സത്യങ്ങളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അലീന ചേച്ചി, ഒരു പക്ഷേ ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അലീന ചേച്ചിക്ക് ചിലപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിലോ. അപ്പോൾ ഒരിക്കലുമില്ല അലീന പറഞ്ഞു, ഒരിക്കലും മാഡം അങ്ങനെ ഒരു രീതിയിൽ അമ്മ അങ്ങനെ ഒരിക്കലും, അത് നമ്മുടെ തോന്നലാണ്. ഒരു പക്ഷേ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പൊരുത്തപ്പെട്ട് പോകുമെന്ന് ഒരിക്കലുമില്ല. അമ്മ അത് തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അടിയായിരിക്കും അത്. അമ്മയ്ക്ക് അത് സഹിക്കാവുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും ശരിയാവില്ല. അപ്പം നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അമ്മ വരാതിരിക്കണേ നല്ലത്, അമ്മ അവിടെ തന്നെ നിന്നോട്ടെ, പക്ഷേ അലീന ചേച്ചി പോകണ്ട. കാരണം ഈ വീട് ഒരു വീടാക്കി എടുത്തത് എൻ്റെ അലീന ചേച്ചി തന്നെയാണ്. അമ്മയുടെ പരിചരണത്തിലാണ് ഞങ്ങൾ വളർന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ബബിതേച്ചിയും ഞാനും അതുപോലെ രോഹിത്തേട്ടനൊക്കെ ഏത് രീതിയിലായനെ ഒന്നുമില്ല. ഇപ്പോഴും അലീന ചേച്ചിയുടെ ഒരു ഒറ്റ കഴിവും പ്രയത്നവും കൊണ്ടാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ ഈ രീതിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അലീന ചേച്ചി ഇവിടെ നിന്ന് പോകണ്ട എന്നുള്ളതാണ് കൃഷ്ണമോളുടെ ഒരു ഇത്. അപ്പോൾ അലീന പല കാര്യങ്ങളും പറഞ്ഞ് കൃഷ്ണമോളെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒപ്പം വേണം. അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കരുത്. അമ്മയ്ക്ക് അമ്മയുടേതായിട്ട് ഉള്ള ചില ദുർവാശികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ദേഷ്യമൊക്കെ മാറ്റിയെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾക്ക് പറ്റും. മോളും അതുപോലെ ബബിതയും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സോൾവാക്കി പോകാൻ പറ്റും. ആ രീതിയിൽ വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് അച്ഛൻ്റെ പക്ഷം അല്ലെങ്കിൽ അമ്മയുടെ പക്ഷം അങ്ങനെയൊന്നും വേണ്ട. എല്ലാം നല്ല രീതിയിൽ ഒരു കുടുംബമായിട്ട് കഴിയാനുള്ള രീതി നിങ്ങളാണ് നോക്കാൻ. അത് മാത്രമല്ല, രോഹിത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ബബിതയുടെ കാര്യത്തിൽ മോൾക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. കാര്യം എല്ലാം മോൾക്ക് അറിയാവുന്നത് തന്നെയാണ്. മോള് നിൻ്റെ പ്രായത്തിനേക്കാളുള്ള പക്വതയിൽ തന്നെയാണ് കൃഷ്ണമോൾ ജീവിക്കുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് മോളോട് വലിയൊരു മതിപ്പ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നാളെ അലീന ചേച്ചി പോകണ്ട, അത് തന്നെയാണ് കൃഷ്ണമോളുടെ നിലപാട്. അപ്പം അലീന കുറേ പറഞ്ഞ് മനസ്സിലാക്കി ശ്രമിക്കുന്നുണ്ട്. കാരണം മോൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. ഇനി എപ്പോഴെങ്കിലും എന്നെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു കുടുംബമായിട്ട് ഒരുമിച്ച് ചിലപ്പോൾ കഴിയാനുള്ളൊരു ഭാഗ്യമൊക്കെ ചിലപ്പോൾ നമുക്കുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം കൃഷ്ണമോള് പറയണ, ഇല്ല അലീന ചേച്ചി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ മറക്കും. അപ്പം അലീന പറഞ്ഞു, അങ്ങനെ മറക്കാൻ എൻ്റെ കൂടെപ്പിറപ്പുകളെ ഞാൻ മറക്കാനോ? മോൾ എന്തൊക്കെ ഈ പറയണേന്ന് അലീന കൃഷ്ണമോളടുത്ത് ചോദിക്കുകയാണ്. കൃഷ്ണമോൾക്ക് സങ്കടമാണ്, കണ്ണിൽ നിന്നൊക്കെ വെള്ളം നിറഞ്ഞങ്ങ് ഒഴുകുക. കാരണം സങ്കടം കൊണ്ടിട്ട്. ഞാൻ പറയട്ടെ അലീന ചേച്ചി പോകുമ്പോൾ ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അയ്യടേ, ഞാൻ എങ്ങോട്ടാണ് പോണത്? ഞാൻ ഒരു വീട്ടിൽ സുഖവാസത്തിന് പോകുന്നില്ല, ഒരു ജോലിക്ക് പോണതാ. നിനക്ക് അറിയില്ലേ, അങ്ങനെ നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും 1-2 ദിവസമൊക്കെ ലീവ് ഉണ്ടാവും. അങ്ങനെ
ഉടനെ ഒരു ലീവൊക്കെ കിട്ടിയാൽ നിങ്ങളെ അടുത്തോട്ട് ഓടി വരും ഞാൻ എന്നിങ്ങനെ അലീന പറയണം കേട്ടോ. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ഇല്ല അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ നമ്മളെ മറക്കും. ഇല്ലടി മോളെ, ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ അങ്ങ് ചേർത്ത് നെഞ്ചോട് പിടിക്കാൻ കേട്ടോ. അത് മാത്രമല്ല, ഇല്ലെങ്കിൽ അച്ഛൻ വരുമല്ലോ, അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ ആണെങ്കിലും നിനക്ക് പോരാലോ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ കൃഷ്ണമോളൊന്ന് മനസ്സിലാക്കി എടുപ്പിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമ്മുടെ അലീന രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി നേരെ കിച്ചണിലോട്ട് കയറാൻ ചെന്നപ്പം നമ്മുടെ കൃഷ്ണമോൾ കയറ്റല്ല. അതെ, ഇന്ന് അലീന ചേച്ചി എന്തായാലും കിച്ചണിൽ കയറണ്ടെന്ന് പറയും. അതെന്താ, ഇന്നലെ വരെ കയറിയത് ഞാനല്ലേ, ഇന്നെന്താ പുതുമാന്ന് ചോദിച്ചു. ഇന്ന് അലീന ചേച്ചി പോവല്ലേ, പോണ ദിവസം അടുക്കളയിൽ കിടന്നിട്ട് അലീന ചേച്ചി കഷ്ടപ്പെടണ്ട, അതുകൊണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതൊന്നും സാരമില്ല, നിങ്ങൾ ഇങ്ങോട്ട് മാറിക്കെന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, അലീന ചേച്ചി പോയി പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഞാനും ബബിതേച്ചി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അലീന ചോദിച്ചു, അപ്പോൾ എന്നെ ഒഴിവാക്കുക അല്ലേ? ഒഴിവാക്കിയൊന്നും അല്ല എൻ്റെ പൊന്ന് അലീന ചേച്ചി എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് വിടുകയാണ്. അത് കഴിഞ്ഞ് നേരെ അലീന കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബബിതയുടെ റൂമിലോട്ട് പോകാൻ കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബബിത കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങ് കരയാണ്. അപ്പം അലീന ചോദിച്ചു, എന്താ മോളെ നീ സങ്കടപ്പെടണ എന്തിനാ? ഒന്നുമില്ല, ഞാൻ എന്തിനാ സങ്കടപ്പെടണത്? എനിക്കൊരു സങ്കടമില്ല, ഞാൻ എന്തിനാ അല്ലെങ്കിൽ സങ്കടപ്പെടണ? ഞാൻ കരഞ്ഞൊന്നുമല്ല, എൻ്റെ കണ്ണിൽ പൊടി വീണതാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അലീന പോകുന്നതിൻ്റെ സങ്കടമാണ്. ബബിതയ്ക്ക് ഭയങ്കര വിഷമമാണ്. ബബിത കാരണം എന്ന് വെച്ചാൽ ആ രീതിയിൽ എന്നോട് സ്നേഹം ആ രീതിയിലാണ്. ബബിതയുടെ സ്നേഹം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരത്തിലാണ്. ആദ്യം ഇത്രയും ദേഷ്യമായിട്ട് പിന്നീട് സ്നേഹത്തോടൊക്കെ പെരുമാറി ഒരു ചേച്ചി, സ്വന്തം ചേച്ചിയെ പോലെ തന്നെ, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ബബിത അലീനെ സ്നേഹിക്കാൻ തുടങ്ങി. ആ സ്നേഹം അധികം നിൽക്കാണ്ട് തന്നെ പെട്ടെന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുമ്പോൾ ഉള്ളൊരു വേദനയാണ്. എന്നിട്ട് അലീന പറഞ്ഞു, നീ വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ എപ്പോഴാണെങ്കിലും എൻ്റെ കൂടപ്പിറപ്പിലെ കാണാൻ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഓടി വരുമെന്നൊക്കെ പറഞ്ഞ് ബബിതയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബബിത ഒരു കിറ്റ് എടുക്കാനായിട്ടോ. എന്നിട്ട് ഇത് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇത് ഞാൻ അലീന ചേച്ചിക്ക് വേണ്ടി മേടിച്ചതാന്ന് പറഞ്ഞു. ഇതെന്തോ അടിമോളെ? അതെ, കുറച്ച് ഡ്രസ്സൊക്കെയാണ്. ഞാൻ പണ്ട് അലീന ചേച്ചിയുടെ എന്തോരം ഡ്രസ്സുകളാണ് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. അതിന് നീ എനിക്ക് മേടിച്ച് തന്നല്ലോ, പിന്നെ ഇതെന്തിനാ? അതെ, കുറച്ച് കീറിയതും അങ്ങനത്തെ പഴയ മോഡലൊന്നും ഇനി ഇടണ്ട, കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയാൽ മതി. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടെ തന്നെ നിൽക്കണം കേട്ടോ, എപ്പോഴും എൻ്റെ അലീന ചേച്ചി അങ്ങനെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് ബബിത പറയണേ. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് അവൾക്ക്, കാരണം തൻ്റെ അനിയത്തിക്ക് തന്നോടുള്ള ആ ഒരു കെയറിങ്ങും സ്നേഹമൊക്കെ കണ്ടിട്ട് അലീനയുടെ കണ്ണൊക്കെ അങ്ങ് നിറയണം കേട്ടോ. അങ്ങനെ അലീന ആ കൊടുത്ത സാധനം സന്തോഷത്തോടെ തന്നെ വാങ്ങി പോവുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ആ പോകുന്നതിന് മുന്നേ നമ്മുടെ ബബിതയും കൃഷ്ണമോളും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. അങ്ങനെ അവരെല്ലാവരും, രോഹിത്തും ബബിതയും അലീനയും കൃഷ്ണമോളും എല്ലാവരും കൂടെ ചേർന്ന്, ബാലചന്ദ്രനും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നുവെങ്കിലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മിണ്ടലും സംസാരവും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആകെ ഒരു വല്ലാത്തൊരു മരവിപ്പ് പോലെ മനസ്സിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോയ ശേഷം ബാലചന്ദ്ര അലീനെ റൂമിലോട്ട് ചെല്ലാനായിട്ട് വിളിച്ചു കേട്ടോ. അങ്ങനെ അലീന റൂമിലോട്ട് ചെല്ലണം. എന്താ വെച്ചാൽ എന്നെ വിളിച്ചതെന്ന് ചോദിച്ച് ചെല്ലാണ്. അപ്പോൾ പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേടി മോളെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്കായിട്ടൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്, ഇത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു കിറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ അതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല വില കൂടിയ ഒരു സാരി, അതിനോടൊപ്പം ബ്ലൗസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അലീന ചോദിച്ചു, ഇതെന്താ വെച്ചാൽ നിനക്കായിട്ട് ഞാൻ മേടിച്ചതാണ്, ഇന്ന് പോകുമ്പോൾ നീ ഈ സാരി ഉടുത്തിട്ട് വേണം പോകാൻ. അച്ഛാ, ഞാൻ ഇത്രയും വില കൂടിയ സാരിയൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, എന്നാൽ ഇനി മുതൽ നീ ഉപയോഗിക്കണം, കാരണം നീ ബാലചന്ദ്രൻ്റെ മകളാ. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റേതായ പ്രൗഢിയിൽ തന്നെ നിൽക്കണം. അച്ഛൻ, ഞാനൊരു ജോലിക്കായിട്ട് പോകുന്നില്ല, അതിന് വേണ്ടിയിട്ട് ഇത്രയും ആർഭാടങ്ങളും കാര്യങ്ങളൊക്കെ വേണോടി മോളെ. എന്നിട്ട് ഒരു ജ്വല്ലറി ബോക്സും കൂടെ കൊടുക്കുകയാണ്. ആ ജ്വല്ലറി ബോക്സ് തുറന്നു നോക്കുമ്പോൾ അലീനയ്ക്ക് വേണ്ടുന്ന മാലയും കമ്മൽ, വള, അങ്ങനെയുള്ള സാധനങ്ങൾ. കാരണം ഒരു കൊന്തയിട്ട് അലീന ഇതുവരെ ബാലചന്ദ്രൻ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് അത് കൊടുത്തിട്ട് ബാലചന്ദ്രൻ പറയും, അതെ ഇത് തൽക്കാലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്, നിൻ്റെ കല്യാണം ആകുമ്പോൾ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ ഒരുപാട് സ്വർണ്ണം എൻ്റെ മോക്ക് തരുമെന്നൊക്കെ പറഞ്ഞു. അലീനയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറയാണ്. കാരണം ഒരിക്കലും അലീന ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ല.
വേറൊന്നുമല്ല, ആ വൃദ്ധാമ്മയുടെ കയ്യിൽ നിന്ന്, അതായത് ആ അനാഥാലയത്തിൽ നിന്ന് ഈ വീട്ടിലോട്ട്, നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് കയറി വരുമ്പോൾ വെറും ഒരു കൊന്ത മാത്രം ഇട്ട് ഒരു പഴകിയ ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് അലീന ആദ്യമായിട്ട് വരുന്നത്. ആ അലീനയ്ക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ കൊടുത്തയക്കുമ്പോൾ അലീനയ്ക്ക് അത് വലിയൊരു മതിപ്പും സന്തോഷവും തന്നെയാണ്, തൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യം. അപ്പോൾ അലീന ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതുപോലെ താൻ പോകുന്നത് അപ്പോൾ ഏതോ ഒരു വലിയ വിസ്മയമായ ഒരു ലോകം ഉള്ള ജീവിതം തന്നെയാണ് തനിക്ക് എന്നൊക്കെയുള്ള ചിന്ത വരെയാണ്. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ അലീനയ്ക്ക് അതൊക്കെ കൊടുത്ത് അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോൾ ഇതൊക്കെ ഉടുത്ത് ഇതൊക്കെ ഇട്ട് വേഗം റെഡിയായിട്ട് വരണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സുലോചനയുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നത്. ബാലചന്ദ്രനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുളത്തൂർ പുഴയ്ക്ക് പോകുന്ന കാര്യമൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന ഇന്ന് പോവാണെന്ന് പറയുന്നുണ്ട്. സുലോചനയുടെ ഹസ്ബൻഡിന് അലീനയെ വലിയ കാര്യമാണ്, സുലോചനയ്ക്കും അതുപോലെ തന്നെ കാര്യമാണ്. കാര്യം വേറൊന്നുമല്ല, സുലോചന നോക്കുമ്പോൾ എവിടെ ചെന്നാലും നിൽക്കാൻ പറ്റിയൊരു പെൺകുട്ടി, നല്ല സ്വഭാവവും മറ്റുള്ളവരോട് നല്ല വിനയത്തോടും കൂടിയൊക്കെ പെരുമാറാൻ കഴിവുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അലീന. അതുകൊണ്ട് സുലോചനയ്ക്കും ഹസ്ബൻഡിനുമൊക്കെ അലീന ഒരുപാട് ഇഷ്ടമാണ്. അപ്പം മോള് പോയിട്ട് ഇനി എപ്പോഴാണ് വരുന്നതെന്നൊക്കെ സുലോചനയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്. അറിയില്ല അങ്ങളെ, എന്തായാലും ലീവ് കിട്ടുമ്പോൾ ഞാൻ ഓടി വരും ഇങ്ങോട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരി ആയിക്കോട്ടെ, എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്, നിങ്ങൾക്ക് പോവാൻ നിൽക്കുകയല്ലേ, എന്തായാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ കൊടുത്ത സാധനങ്ങളൊക്കെ റൂമിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് അലീന നിൽക്കുകയാണ്. അപ്പോൾ ഈ ബ്ലൗസും കാര്യങ്ങളൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തു എന്നുള്ളത് തിരക്കിയപ്പോഴാണ് കൃഷ്ണമോള് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അലീന അറിയണത് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബബിതയും കൊടുത്ത ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അലീനയ്ക്കൊരു വല്ലാത്തൊരു മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം വേറൊന്നുമല്ല, താൻ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആർഭാടമായ കാര്യങ്ങളോ വില കൂടിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇതൊന്നും ധരിക്കുന്നതിനോട് അലീനയ്ക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു പെൺകുട്ടി തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സൗഭാഗ്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അലീനയ്ക്കൊരു വല്ലാത്തൊരു എന്താ പറയണ, മനസ്സിനൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, അലീന ആദ്യമായിട്ട് ഈ വീട്ടിൽ അനാഥാലയത്തിൽ നിന്ന് വന്നപ്പോൾ, നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്നപ്പോൾ ഒരു കവറിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അലീന വന്ന. ഇന്ന് സ്റ്റാൻലിയുടെ വീട്ടിൽ പോകാനായിട്ട് ബാലചന്ദ്രൻ നല്ല ബാഗും ട്രോളി ബാഗും കാര്യങ്ങളൊക്കെ മേടിച്ച് എല്ലാം സെറ്റാക്കിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് റെഡിയാകാൻ പറഞ്ഞല്ലോ. അങ്ങനെ അലീന അതൊക്കെ ഇങ്ങനെ നെഞ്ചോട് പിടിച്ച് ഇങ്ങനെ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അലീന സാരിയൊക്കെ ഉടുത്ത് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് എല്ലാം റെഡി ആവാൻ കേട്ടോ. ഈ സമയത്ത് ബാലചന്ദ്രൻ റൂമിലോട്ട് വരികയാണ്. വന്നിട്ട് അലീനയെ നോക്കുകയാണ്. അലീന ഇതുവരെ കാണാത്തൊരു ഭംഗിയാണ്. കാര്യം വേറൊന്നുമല്ല, നല്ല സാരിയും വില കൂടിയ സാരിയും ആ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അലീന തന്നെ കണ്ണാടി നോക്കുമ്പോൾ അലീനയുടെ മുഖം നോക്കുകയാണ്. കാരണം ഇതുവരെ കാണാത്തൊരു മുഖമാണ് തനിക്ക്. എല്ലാവർക്കും ഭയങ്കര ഒരു അതിശയമാണ്. കാരണം അലീനയുടെ മുഖത്തിന് അത്രയേറെ ഭംഗിയും സൗന്ദര്യമുണ്ട്. ഈ ആഭരണവും ആ വില കൂടിയ സാരി കൊടുത്തപ്പോൾ ഇത്രയും നാൾ കണ്ട ഒരു അലീനയല്ല അവരെല്ലാവരും കാണുന്നത്. അങ്ങനത്തെ ഒരു അന്താളിപ്പോടെ എല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ബാലചന്ദ്രൻ പാസ്ബുക്ക് കൊണ്ടുവന്ന് അലീനയുടെ കയ്യിൽ കൊടുക്കണത്. അതെ, ഈ പൈസയും കാര്യങ്ങളും പാസ്ബുക്കും ഒക്കെ നീ സൂക്ഷിച്ച് വെക്കണം. പിന്നെ പൈസയൊക്കെ ആവശ്യത്തിന് ചിലവാക്കിയാൽ മതി. നിനക്ക് കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ സ്വർണ്ണമൊക്കെ നിൻ്റെ കയ്യിൽ തന്നു വിട്ടാലേ നീ ഈ സമയം വല്ല അനാഥാലയത്തിലൊക്കെ കൊണ്ടുകൊടുത്ത് ആർക്കെങ്കിലുമൊക്കെ തീർക്കും. അതുകൊണ്ടാട്ടോ, ആവശ്യത്തിന് മതിയല്ലോ, അനാവശ്യമായിട്ടൊന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാ സമയമാകുമ്പോൾ അച്ഛൻ വേണ്ടുന്ന പോലെ തന്നെ എല്ലാം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ വൈജയന്തി ഒരു കാത്തിരിപ്പോടെ ഇരിക്കുകയാണ്. അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കാനായിട്ട്. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് ആ വാർത്ത കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും അലീന പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ വൈജയന്തിക്കൊരു തോന്നലുണ്ട് കേട്ടോ. പാവം നമ്മുടെ മനുശങ്കരനാണെങ്കിൽ മനസ്സ് ഒരു ജോലിയിൽ പോലും മുഴുകിയിരിക്കാൻ മനുവിന് പറ്റുന്നില്ല. കാരണം അലീന പോകുന്നതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളും ശരണ്യയ്ക്കും അതുപോലെ ശരണ്യയുടെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ രേവതി കുട്ടിക്കും ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഒക്കെ ഭയങ്കര പ്രയാസമാണ് അലീന പോകുന്നതിനെക്കുറിച്ച്. എന്തായാലും ബാലചന്ദ്രൻ മനസ്സിൽ ഓർക്കുകയാണ്, താൻ ഇവളോട് എങ്ങനെയാണ് പറയേണ്ടത്. സ്വന്തം അച്ഛൻ്റെ വീട്ടിലാണ് താൻ ഈ പണിക്ക് നിൽക്കാനായിട്ട് പോകുന്നത്. അവളുടെ വിചാരം അവൾ ഏതോ ഒരു വീട്ടിൽ പണിക്കായി പോകുന്നതാണ് എന്നുള്ളൊരു രീതിയാണ്. ബാലചന്ദ്രൻ്റെ മനസ്സ് അങ്ങോട്ട് മിങ്ങി നീറട്ടോ. എന്ത് ചെയ്യും, എങ്ങനെ എൻ്റെ മോളോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അവൾ ഇവിടെ നിന്ന് പോവാ. ബാലചന്ദ്രനാണെങ്കിലും മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സംഭവം. അലീന ഇവിടെ നിന്ന് പോവാണോ. പാവം രോഹിത്തും
ബബിതയും കൃഷ്ണമോളും അവരുടെയൊക്കെ മനസ്സിൻ്റെ നിയന്ത്രണം അങ്ങ് വിട്ടുപോവാണ്. അലീന പോകുന്നു എന്നുള്ളൊരു വാർത്ത. എന്തായാലും നാളത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു പ്രൊമോയൊക്കെയാണ് കാണാനായിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ, നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൽ നമ്മുടെ അലീനയുടെ ആ ഒരു വിടപറച്ചിൽ, നെടുമ്പുരയ്ക്കൽ വീടും തൻ്റെ കൂടപ്പിറപ്പുകളോടുള്ള ആ ഒരു വിടപറച്ചിൽ. എന്തായാലും നമ്മുടെ അലീന നാളത്തെ എപ്പിസോഡിൽ ആ വീട് വിട്ടിറങ്ങുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു പുതിയ വിശേഷത്തിനായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.